പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി പീച്ച് പൂന്തോട്ടം എന്ന പാഠഭാഗം നമ്മൾ തുടങ്ങി വെച്ചിരുന്നു. ഇനി നമുക്ക് 3ാമത്തെ സീനാണ് പഠിക്കുവാനുള്ളത്. നമുക്ക് പീച്ച് പൂന്തോട്ടം എന്ന പാഠഭാഗത്തിൻ്റെ 3ാമത്തെ സീൻ ഇന്നൊന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പീച്ച് പൂന്തോട്ടം എന്ന പാഠഭാഗത്തിൻ്റെ 1ാമത്തെ സീൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? വീടിൻ്റെ അകം പകൽ സമയത്ത് ഒരു ആൺകുട്ടി ട്രെയിൽ ചായയുമായി വന്നു. കറുത്ത പുള്ളിയുള്ള കിമോണ എന്ന ജപ്പാൻകാരൻ്റെ പരമ്പരാഗതമായൊരു വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ആ മുറിയിൽ 5 പെൺകുട്ടികൾ എന്തോ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ചായ നിറച്ച ട്രേ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്ത ശേഷം ചുവപ്പ് പരവതാനി വിരിച്ച ഗോവണി ശ്രദ്ധിക്കുന്നു. അവൻ പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ 6 പേരുണ്ടായിരുന്നത് കൊണ്ടാണ് 6 എണ്ണം കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് തെറ്റിയതാണ്, ബാക്കി വന്ന് നീ കഴിച്ചതെന്ന് ആ പെൺകുട്ടികൾ മറുപടി പറയുന്നു. ഞാൻ നേരത്തെ കഴിച്ചു, നിങ്ങൾ 6 പേർ ഉണ്ടായിരുന്നില്ലേ, ആരെങ്കിലും പുറത്തു പോയെന്ന് ആ ആൺകുട്ടി വീണ്ടും ചോദിക്കുന്നു. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി നോക്കി തിരിച്ചു വന്ന്, നിങ്ങൾ ഒരാളും കൂടെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് വീണ്ടും പറയുന്നു. അവൻ വെളിയിലേക്ക് വീണ്ടും നോക്കുന്നു. വെള്ള ഉടുപ്പ് ധരിച്ച ഒരു പെൺകുട്ടിയെ അവൻ കാണുന്നു. നീണ്ട ചുവന്ന് ആദ്യം സംസാരിച്ച ആ പെൺകുട്ടിയോ അവൾ അവിടെയുണ്ടെന്ന് പറയുന്നു. ആൺകുട്ടി വീണ്ടും പുറത്തേക്ക് നോക്കുന്നു. അങ്ങനെ ശിഖരത്തിൻ്റെ ഒരു ഇത് മാത്രമേ കാണാനുള്ളൂ. നേരത്തെ കണ്ട പെൺകുട്ടി മുറ്റത്ത് നിൽക്കുന്നത് കുട്ടി കാണുന്നു. അവനെ കണ്ടപ്പോൾ അവൾ ഓടാൻ ശ്രമിക്കുന്നു. ഇതോടുകൂടി നമ്മൾ 1ാമത്തെ സീൻ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഈ 2ാമത്തെ സീനിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? കാടാണ് സീനിൽ ഫസ്റ്റ് കാണിക്കുന്നത്. നല്ല പകൽ സമയമാണ്. നിഴൽ വീണ വഴികൾ. കുട്ടി ഇടവഴിയിലൂടെ ഓടി വരുന്നു. ഇടവിട്ടു വളർന്ന മരങ്ങൾക്കിടയിൽ പ്രകാശവും നിഴലും ചേർന്നിരിക്കുന്നു. ഇടവഴിയിൽ നിന്ന് കുറച്ചുയർന്ന് ഒരു ചെറിയ കുന്ന് പോലെ തോന്നിക്കുന്ന ഭാഗത്തേക്ക് ആ കുട്ടി ഓടുന്നു. അവിടെ അവൻ്റെ കാഴ്ച അവസാനിക്കുന്നിടം വരെ മഞ്ഞ് മൂടിയിരിക്കുന്നു. വെളിച്ചവും നിഴലും ഇടകലർന്ന് നേർത്ത മഞ്ഞിൻ പുകയിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ച ആ കാടിനെ മനോഹരമാക്കുന്നു. ഇപ്പോൾ അവൻ ആ പെൺകുട്ടിയെക്കുറിച്ച് അകലെയായി കാണുന്നു. അവൻ അവളെ പിന്തുടർന്ന് ഓടുന്നു. ആ പെൺകുട്ടിയെ അവന് മാത്രമേ കാണുന്നു. അദൃശ്യമായൊരു കുട്ടിയാണ് അല്ലെ? 6ാമത്തെ പെൺകുട്ടി എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രതീകമായിരിക്കാം? പൂത്തുലഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ ഒരു പ്രതീകം തന്നെയാണത്. അവന് മാത്രമേ കാണാനുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വനങ്ങളും മറ്റും നശിപ്പിക്കുന്നു. അതിൻ്റെ ഒരു ഭവിഷ്യത്താണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പകൽ സമയം 3ാമത്തെ സീന്. അവൻ അവളെ പിന്തുടർന്ന് എത്തിയത് പച്ച വിരിച്ച ഒരു കുന്നിൻ്റെ താഴ്വാരത്തിൽ. അവൾ കുന്നിൻ മുകളിലേക്ക് കയറിപ്പോകുന്നു. ആ കുട്ടി കയറിപ്പോകുന്നിട്ട് അവന് തോന്നുന്നു. അവളെ പിന്തുടർന്ന് അവനും കയറാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് വെള്ള വസ്ത്രവും വെള്ള മുഖം മൂടിയും ധരിച്ച കുറച്ച് പേർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവർ അവൻ്റെ വഴി മുടക്കുന്നു. അവരുടെ കയ്യിൽ വലിയ ദണ്ടുകളുണ്ട്, വലിയ വലിയ വടികളുണ്ട്. അവരെ കണ്ട് കുട്ടി അമ്പരക്കുന്നു. അവർ കുട്ടിയെ സൂക്ഷിച്ചു നോക്കുന്നു. അവരുടെ പിന്നിൽ ഇളം വയലറ്റ് ഉടുപ്പും വെള്ള മുഖംമൂടിയും ധരിച്ചവരെ അവന് കാണാം. ഒരാൾ, ഇതൊരു കൊച്ചുകുട്ടിയാണല്ലോ. കുട്ടി നേരത്തെ വീട്ടിൽ കണ്ട പാവകൾ ജീവൻ വെച്ച് കുന്നിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ആൺകുട്ടി വീടിനകത്ത് കണ്ട പാവകളെല്ലാം ഇവിടെ ഓടിയെത്തിയ കുന്നിൻ്റെ മുകളിൽ വെച്ച് നൃത്തം ചെയ്യുന്നതായി കാണുന്നു. അവർ രാജാവ്, രാജ്ഞി, പരിവാരങ്ങൾ എന്നിവരൊക്കെയുണ്ട്. അവരുടെ തൊട്ടു താഴെയുള്ള കുന്നിൻ്റെ ഭാഗത്ത് വെള്ളയും ഓറഞ്ചും നിറങ്ങളുള്ള വസ്ത്രം ധരിച്ച പരിചാരിക എന്ന് പറഞ്ഞാൽ വേലക്കാർ. അവർക്ക് താഴെ സംഗീതജ്ഞർ. അതിനും താഴത്ത് നേരത്തെ കണ്ട വെള്ളം മുഖം പൊടി ധരിച്ചവർ. പാവരാജാവിൻ്റെ കൂട്ടത്തിലെ ഒരാൾ പറയുന്നു, ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങൾ ഇനി ഒരിക്കലും നിൻ്റെ വീട്ടിലേക്ക് വരില്ല. കുട്ടി ചോദിക്കുന്നു, എന്തുകൊണ്ട്? നിൻ്റെ കുടുംബം ഈ തോട്ടത്തിലെ പീച്ച് മരങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു അല്ലേ? വനനശീകരണം, മരങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറയുന്നു. കുട്ടി കുറ്റബോധത്തിൽ തല കുനിച്ചു നിൽക്കുന്നു. മറ്റൊരാൾ, പാവയുത്സവം ആഘോഷിക്കുന്ന പീച്ച് പുഷ്പങ്ങളെ വരവേൽക്കാനാണ്. വേറൊരാൾ, ഞങ്ങൾ മരത്തിൻ്റെ ആത്മാവാണ്, പൂക്കളുടെ ജീവനാണ്. മറ്റൊരാൾ, ഈ മരങ്ങൾ വെട്ടിക്കളഞ്ഞ് നിങ്ങൾക്കെങ്ങനെ പാവയുത്സവം ആഘോഷിക്കാൻ പറ്റും? ഇങ്ങനെ മരങ്ങളെല്ലാം നശിപ്പിച്ച് പിന്നെ എന്തിനാണ് ഇവിടെ പാവ മഹോത്സവം നടത്തുന്നത്? വേറൊരാൾ, ഞങ്ങൾ പാവകൾ പീച്ച് മരങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അപ്രത്യക്ഷരായ മരങ്ങൾ ദുഃഖം കൊണ്ട് കണ്ണീർ വാർക്കുന്നു. കുട്ടി കരയുന്നു. കരയണ്ട, കണ്ണീര് കൊണ്ട് കാര്യമില്ല. രാജ്ഞി അവനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തൂ. പീച്ച് മരങ്ങൾ മുറിച്ചപ്പോൾ അവൻ കരഞ്ഞിരുന്നു. തടയാൻ പോലും ശ്രമിച്ചിരുന്നു. കാരണം അവന് പീച്ച് പുഷ്പങ്ങൾ ഇഷ്ടമായിരുന്നു. അത് കേട്ട് എല്ലാവരും ചിരിക്കുന്നു. അവൻ്റെ മുന്നിൽ നിൽക്കുന്ന വെള്ള വസ്ത്രവും വെള്ള മുഖം മൂടിയും ധരിച്ചവർ ആർത്തു ചിരിക്കുന്നു.
കുട്ടി: ഇല്ല, പീച്ച് പുഷ്പങ്ങൾ വാങ്ങാം, പക്ഷേ നിറയെ പുഷ്പിച്ചു നിൽക്കുന്ന ഈ പൂന്തോട്ടത്തെ എവിടെ നിന്ന് വാങ്ങാനാവും? ഈ പൂന്തോട്ടത്തെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്, അല്ലേ? പീച്ച് മരങ്ങൾ വാങ്ങാൻ കിട്ടില്ല, പീച്ച് പുഷ്പങ്ങൾ എവിടെ നിന്നും വാങ്ങാൻ കിട്ടും? അതുപോലെ പൂത്തെറിഞ്ഞ് നിൽക്കുന്ന മരങ്ങളെ നമുക്ക് എവിടെ നിന്ന് വാങ്ങാൻ കിട്ടുമെന്ന് ചോദിക്കുന്നു. പാവരാജാവ്: അവൻ നല്ല കുട്ടിയാണ്, പുഷ്പിച്ചു നിൽക്കുന്ന ഈ പൂന്തോട്ടത്തെ ഒരിക്കൽ കൂടി കാണാൻ അവനെ അനുവദിക്കുകയില്ലേ? പരിവാരങ്ങളെല്ലാം പിന്തിരിഞ്ഞ് പാവരാജാവിനെ വണങ്ങുന്നു. വാദ്യക്കാർ ഇരിക്കുന്നു. കുട്ടി കൈകൊണ്ട് കണ്ണുനീർ തുടയ്ക്കുന്നു. അവന് ഇപ്പോൾ കുറച്ച് ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. കുപ്പായക്കൈ കൊണ്ട് അവൻ വീണ്ടും മുഖം തുടയ്ക്കുന്നു. സംഗീതജ്ഞൻ ഉപകരണം വായിക്കുന്നു. എല്ലാ പാവകളും അതിനകത്ത് ചുവടുവെക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് കടലാസ് കഷ്ണങ്ങൾ അവർക്ക് മേൽ വർഷിക്കുന്നു. സീൻ 4. കുന്നിൻ്റെ താഴ്വാരം. പകൽ. ഇപ്പോൾ കുന്നിൻ്റെ താഴ്വരയിൽ നിന്ന് മുകളിൽ പൂത്തുറിഞ്ഞു നിൽക്കുന്ന തോട്ടത്തെ അവൻ കാണുന്നു. അവൻ്റെ കണ്ണുകളിൽ വിസ്മയം, ഒരത്ഭുതം വരുന്നു. പീച്ച് ചെടികളുടെ ഇടയിലൂടെ നേരത്തെ കണ്ട പെൺകുട്ടി ഓടുന്നു. അവൻ അവളെ പിന്തുടർന്ന് കുന്നിൻപുറത്ത് പീച്ച് പൂന്തോട്ടത്തിലേക്ക് കയറുന്നു. സീൻ 5. കുന്നിൻപുറം. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. മരങ്ങൾ വെട്ടി ശൂന്യമാക്കപ്പെട്ട പീച്ച് തോട്ടം മാത്രം. അവൻ്റെ മുന്നിൽ അവന് വല്ലാത്ത നിരാശ തോന്നുന്നു. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അവൻ ശൂന്യമായ തോട്ടത്തെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. പുഷ്പിച്ചു നിൽക്കുന്ന ഒറ്റച്ചെടി അവൻ കാണുന്നു. അതിൻ്റെ സമീപത്തേക്ക് നടക്കുന്നു. കാറ്റിൽ ചലിക്കുന്ന ആ ചെടിയെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. അവൻ്റെ കണ്ണിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. കണ്ണുകൾ നനയുന്നു. അങ്ങനെ ഫേഡ് ഔട്ട്. രചനയും സംവിധാനവും അകിരോ ഖൊറോസവയുടെ നാടകം ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സോടെ പീച്ച് പൂന്തോട്ടം എന്ന പാഠഭാഗം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പീച്ച് പൂന്തോട്ടം എന്ന പാഠഭാഗത്തിൻ്റെ ദൃശ്യാവിഷ്കാരവും നമ്മൾ കണ്ട് മനസ്സിലാക്കിയിരുന്നു. ഇനി പ്രസ്തുത കഥ വായിച്ചതിന് ശേഷം ഈ ആശയം നിങ്ങളിൽ ഉണർത്തിയ ചിന്തകൾ എന്തെല്ലാം എന്നതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതി വരണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.